സ്പോട്ട് ലൈവ് തുടരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ ആഴ്ചയിൽ ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയെന്ന പന്തീരാങ്കാവിലെ യുവതിയുടെ പരാതി 2 മാസം മുൻപ് കേരളം ചർച്ച ചെയ്തതാണ്. ആ കേസിൽ പിന്നീട് പല സംശയങ്ങളും മൊഴിമാറ്റവും ഒക്കെ സംഭവിച്ചു. അതോടെ ഇത്തരം പരാതികളിലെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ ഇങ്ങനെ ഭർത്തൃവീടുകളിൽ ദുരിതം നേരിടുന്ന ഒട്ടേറെ യുവതികൾ നമ്മുടെ നാട്ടിലുണ്ട്. വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം ഭർത്താവിന്റെ ക്രൂരതയ്ക്കിരയായ ഒരു പെൺകുട്ടിയുണ്ട് മലപ്പുറം വേങ്ങരയിൽ. സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞും സൗന്ദര്യം പോരെന്ന് പറഞ്ഞും സംശയത്തിന്റെ പേരിലുമായിരുന്നു യുവതിക്ക് നേരെ ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. കല്യാണം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം മുതലാണ് പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇടങ്ങാറാക്കൽ തുടങ്ങിയത്. പിന്നെ ഒരു 9-ാമത്തെ ദിവസം ആദ്യത്തെ മൂന്ന് ദിവസം അടുപ്പിച്ച് പിന്നെ അടിച്ച്. ഫസ്റ്റ് ദിവസം അവന് കൈയേറ്റ് അടിച്ചത്. അങ്ങനെ എൻ്റെ അനിയനോട് പറഞ്ഞ് അങ്ങനെയാണ് വീട്ടിൽ സംശയം വന്നത്. പിന്നെ 2-ാമത്തെ ദിവസം അതിൻ്റെ മൊബൈൽ ചാർജർ വെച്ചുകൊണ്ട് അടിച്ച് അഡാപ്റ്റർ അടിച്ചുകൊണ്ട് കാലിൻ്റെ തുടമെന്നൊക്കെ മുറിയായി ചോര വിളിച്ച്. പിന്നെ 3-ാമത്തെ ദിവസമാണ് കൂടുതലായിട്ട് അവനെ അടിച്ചത്. ആദ്യം കണ്ണടക്കി മൂന്തക്ക് അടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് രണ്ട് കൈയും കൂടി കൂട്ടിക്കാണ്ട് ചെവിടിനെ അടിച്ചുകൊണ്ടാണ് ചെവിടിൻ്റെ പാടക്ക് കൊട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചണക്കിന് വെച്ച് അവനെ അമർത്താൻ നോക്കി. അപ്പോൾ ഞാൻ കൊതേരി പിന്നെ കുഞ്ച് നിർത്തിക്കാണ്ട് നട്ടലിനെ ചവിട്ടിക്കാണ്ടാണ് നട്ടലിന് ചത വന്നത്. അപ്പോൾ ഞാൻ ചവിട്ടുമ്പോൾ എനിക്ക് വീപ്പ് കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്നും. അനുമോദ്, ഇതുപോലുള്ള പരാതികൾ മുൻപ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ഈ മലപ്പുറം വേങ്ങരയിലെ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. സംശയത്തിന്റെ പേരിൽ സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് സൗന്ദര്യം പോരെന്ന് പറഞ്ഞൊക്കെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഭർത്താവ് ആക്രമിക്കുന്നു. പിന്നീട് ഇവർ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞില്ല. അതിനിടെ ഇയാൾ നാടുവിട്ടു എന്ന് പറയുന്നുണ്ട്. പോലീസ് നൽകുന്ന വിവരം എന്താണ്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി എവിടെ വരെ എത്തിയിരിക്കുന്നു? ഈ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനാകും അതിക്രൂര പീഡനമാണ്, കൊടിയ പീഡനമാണ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. വിവാഹം കഴിഞ്ഞ് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെന്ന കുട്ടി 1 മാസം പോലും തികച്ച് അവിടെ കഴിയാതെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇയാളെക്കുറിച്ച് വലിയ പരാതികൾ ഈ ഒരു പെൺകുട്ടി ഉന്നയിച്ചു. മെയ് 2-നായിരുന്നു കല്യാണം. മെയ് 23-ാം തീയതി ഇയാളുടെ പീഡനങ്ങളും ഇയാൾക്ക് വീട്ടുകാർ നൽകുന്ന പിന്തുണയും എല്ലാം കാരണം ജീവിതം ഇനി മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കി ഇവർ വീട്ടിലെത്തേക്ക് തിരിച്ചെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. നമ്മളിതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു. ആദ്യം മലപ്പുറം വനിതാ സെല്ലിലും ആണ് പരാതി നൽകിയത്. പിന്നീട് വനിതാ സെല്ലിൽ നിന്ന് ആ കേസ് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ കൈമാറി. ഇതിൽ എവിടെയെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥ റിട്ടയർ ആയിരുന്നു. അതായത് ഈ പരാതി ലഭിക്കുന്ന സമയത്ത് റിട്ടയറിങ്ങിൻ്റെ സമയത്തായിരുന്നു. മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥ അവിടെ പിന്നെ വരാൻ കാലതാമസമുണ്ടായി. ഇതിനിടയിൽ ഈ ഒരു കേസ് പിന്നീട് വേങ്ങരയിലേക്ക് കൈമാറി. അങ്ങനെ ഒരു ചെറിയ കാലതാമസം വന്നപ്പോഴേക്കും ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞ ഈ ഒരു ഭർത്താവിൻ്റെ കുടുംബം വിദേശത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവരെ പരാതി കിട്ടി അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഇവരെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ വേങ്ങരയിൽ, അതായത് ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒളിവിലായിരുന്നു. അവിടെ നിന്ന് ഒളിവിൽ പോയിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. ഇവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടാനുള്ള ശ്രമം നടത്തിയെങ്കിലും പാസ്പോർട്ട് നമ്പർ കിട്ടിയപ്പോഴേക്കും ഇവർ നാട് വിട്ടു അല്ലെങ്കിൽ കടന്നു കളഞ്ഞു എന്ന തരത്തിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് അവരുടെ അന്വേഷണത്തിൻ്റെ വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും ഇത്രയും കൊടിയ പീഡനങ്ങളും ഒരാളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവും നടത്തിയ ഒരാൾ, അയാളുടെ രക്ഷിതാക്കൾ, ഇവരൊക്കെ സുരക്ഷിതരായിട്ട് വിദേശത്തെത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടി വേദനയും അപമാനവും അതേപോലെ മാനസികമായ സമ്മർദ്ദങ്ങളും ഒക്കെ സഹിച്ച് ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. ഇത് ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന് ചോദിക്കുമ്പോൾ അന്വേഷിക്കുന്ന പരാതി ലഭിച്ച് ഒരുപക്ഷെ ആ പരാതിയിൽ അന്വേഷണം തുടങ്ങാനോ അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കാനോ എടുത്ത കാലതാമസം ഇവിടെ ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയം ഒരുക്കി കൊടുത്തു അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രതികൾ നാട് വിടും എന്ന് അറിയുമായിരുന്നെങ്കിലും അതിനെ തടയുവാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. എന്താണെങ്കിലും
കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ പിടികൂടാൻ ആവശ്യമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് പറയുന്നത് അവർക്ക് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും പ്രതി ഇപ്പോഴും സുരക്ഷിതനായി വിദേശത്ത് എവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? പ്രതികൾ നാടുവിടാൻ പോലീസ് ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ പല കുടുംബങ്ങളിലെയും സമൂഹത്തിലെയും സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായി പരിശോധിക്കാം. മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ബിപിൻ റോളൻഡ് സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ ബിപിൻ റോളൻഡ്, നമ്മൾ ഈ വിഷയം ഇതിന് വ്യത്യസ്തമായിട്ടുള്ളത് അതല്ലെങ്കിൽ ഈ കുടുംബങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇന്നലെ സ്പോട്ട് ലൈവ് ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇത് ഈ മലപ്പുറം ഈ വേങ്ങൂരിലുണ്ടായത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ ഈ സമീപ ദിവസങ്ങളിൽ സമീപ നാളുകളിൽ ഗാർഹിക പീഡന പരാതികൾ ഏറെ ഉയരുന്നുണ്ട്. അതും നവവധുവിന് നേരെയുള്ള ആക്രമണങ്ങൾ. ഈ വേങ്ങരയിൽ വിവാഹം കഴിഞ്ഞ 6-ാം ദിവസമാണ് ഈ പെൺകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്ത്രീധനം കുറഞ്ഞു, സൗന്ദര്യമില്ല, മറ്റ് സംശയം. ഇതൊക്കെ മുൻപ് ഇത്തരം സ്ത്രീധനം പോലുള്ള ദുരാചാരങ്ങൾ ഉണ്ടായിരുന്ന നാട് ഇന്നും ആ സ്ഥിതി തുടരുകയാണ്. നമ്മുടെ നാടിന്, ഇവിടുത്തെ യുവതലമുറയ്ക്ക് ഇപ്പോഴും മാറ്റമില്ല, പുരുഷന്മാരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് കൂടിയല്ലേ ഡോക്ടർ ബിപിൻ റോളൻ്റെ ഈ വേങ്ങരയിലെ സംഭവം? ടോം, ഇതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, വാർത്തകളാണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നതിന്റെ അർത്ഥം പോലും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. സൗന്ദര്യം അളക്കാനാണോ വിവാഹം കഴിക്കുന്നത്? സ്ത്രീധനത്തിന്റെ അളവ് നോക്കാനാണോ? എത്ര പൊന്ന് കിട്ടും, പണം കിട്ടും, അല്ലെങ്കിൽ പുരയിടം കിട്ടും, വാഹനം കിട്ടും എന്നത് നോക്കാനാണോ വിവാഹം കഴിക്കുക? അങ്ങനെയാണെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും ഒരു സംവിധാനമാണല്ലോ വേണ്ടിവരിക. ഇവിടെ വിവാഹം എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും സന്തോഷപൂർവ്വം തങ്ങളുടെ പൂർവികർ കടന്നു വന്നതുപോലെ ജീവിതത്തെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് കുട്ടികൾ ഉണ്ടാകാനും നമ്മുടെ ഈ വംശം തന്നെ നിലനിന്ന് പോകാൻ വേണ്ടി രീതിയിലുള്ള ലോകമെങ്ങും കണ്ടെത്തിയ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ലോകത്തിലെ ഏറ്റവും ചെറിയൊരു പതിപ്പാണ് വിവാഹം. അവിടെ പരസ്പരം കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തീർച്ചയായിട്ടും അത്ര ഒരു മനസ്ഥിതിയോടുകൂടി പോകുമ്പോഴാണ് വിവാഹം ഏറ്റവും മനോഹരമായിട്ട് പോവുക. വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ആളുകൾ വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡീലിൽ എനിക്ക് എന്താണ് ലാഭം എന്നത് മാത്രമായിരിക്കും അവർ ചിന്തിക്കുക. ഇവർ ഉദ്ദേശിച്ച ലാഭം അവസാനം വരെ കിട്ടും, ലാസ്റ്റ് പറയും, പിന്നെ പറയും, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ പറയും എന്നൊക്കെ ചിന്തിച്ചിട്ടും അവർ ഉദ്ദേശിച്ച ഡീല് ക്ലോസ് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ വെളിച്ചത്തിലാണ് വ്യക്തിയെ തേജോവധം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുപക്ഷെ പണത്തിന് വേണ്ടിയോ പണ്ടത്തിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്കോ കാര്യങ്ങളിലേക്കൊക്കെ പോവുക. വിവാഹത്തിന് മുൻപ് തന്നെ വരനെക്കുറിച്ച്, വധുവിനെക്കുറിച്ച്, ഇവരുടെ വീട്ടുകാരെ കുറിച്ച് ധാരണകൾ ഉണ്ടാക്കാനുള്ള സമയം എത്ര വേണമെങ്കിലും എടുത്തോളൂ എന്നാണ് മനഃശാസ്ത്ര നിഗമനങ്ങളെല്ലാം പറയുന്ന, പഠനങ്ങൾ പറയുന്നത്. പരസ്പരം പങ്കുവെക്കാനും സംസാരിക്കാനും നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് ക്ലിയർ ചെയ്യാനും ഉള്ള സമയം വിവാഹത്തിന് മുൻപെടുക്കുക എന്നാണ് ഇമ്പോർട്ടന്റ്. വിദേശത്തുനിന്ന് വരികയോ സ്വദേശത്ത് വരികയോ അല്ലെങ്കിൽ സമയമില്ല എന്നുള്ളതിന് പേരിൽ എത്രയും പെട്ടെന്ന് ഒത്തുകല്യാണം അല്ലെ കെട്ടുകല്യാണം പെട്ടെന്ന് നടത്തി കുറേയധികം നാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്ത് ആ ചടങ്ങ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന തലമൊക്കെ എന്നേ അവസാനിക്കേണ്ടിയിരിക്കുന്നു. ആളുകൾ ഇന്നും ഫോക്കസ് ചെയ്യുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ ആ ഇവന്റ് മാത്രമാണ്, അതിനുശേഷം തനിക്ക് എന്തുമാകാം എന്നുള്ളതാണ്. ആ ഇവന്റിന് ശേഷമുള്ള ദിനങ്ങളാണ് ഏറ്റവും പ്രധാനം. താലികെട്ട് ചടങ്ങായിക്കോട്ടെ, അമ്പലത്തിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ, വിവാഹം എന്ന് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ പരസ്പര ബന്ധിതരായി പരസ്പര സമ്മതത്തോടെ സ്നേഹത്തോടെ ആശ്രയത്വത്തോടു കൂടി മുമ്പോട്ട് പോകുന്ന ലോകത്തിന്റെ ഒരു ചെറു പതിപ്പോടെ ഉണ്ടാവുക എന്നതാണ് വേണ്ടത്. അവിടെ യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെന്തെങ്കിലും ഡീൽ ഉറപ്പിക്കപ്പെടുന്ന പോലെയുള്ള കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഇത്ര പണ്ടം വേണം, ഇത്ര പണം വേണം, ഇത്ര കാര്യങ്ങൾ വേണം എന്നതിന് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് പറഞ്ഞാൽ അവർ ഈ വിവാഹത്തിലേക്ക് മുതിരില്ല, അവരുടെ വീട്ടുകാർ വരില്ല. ഇനി എന്തെങ്കിലും പറയാം, കൊടുക്കാമെന്ന് പറഞ്ഞുറപ്പിച്ചിട്ടാണ് വിവാഹത്തിലേക്ക് പെൺവീട്ടുകാർ വാഗ്ദാനം ചെയ്ത് മുമ്പോട്ട് പോയിട്ടുള്ളതെങ്കിൽ അതും തെറ്റ് തന്നെയാണ്. ഇവിടെ ഈ ഒരു ഡീൽ എന്നതിന് പകരം എന്തിനാണ് വിവാഹം കഴിപ്പിക്കുന്നതെന്നും എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്നും വരനും വധുവും മാത്രമല്ല, ഈ പുരുഷനും സ്ത്രീയും മാത്രമല്ല, രണ്ട് വീട്ടുകാരെ അറിയുകയും
സമയമെടുത്ത് അവർ ഇവരുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും അനാവശ്യമായ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുകയും അനാവശ്യമായ വാക്കുകൾ കൊടുത്ത് അത് വാക്ക് തെറ്റിച്ചതിന്റെ പേരിൽ ആക്രമണം ഉണ്ടാക്കുന്ന പോലത്തെ കാര്യങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്ന ചില സിറ്റുവേഷൻസും മുൻപ് വന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ മാറുകയും വിവാഹം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷനും സ്ത്രീയും മാത്രമാണ് സമൂഹത്തെ പടുത്തുയർത്തുന്നത്, കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നത്. അതിനുള്ള പക്വത വരനുണ്ടാവണം, അതിനുള്ള പക്വത വധുവിനുണ്ടാവണം. ഇല്ലെങ്കിൽ ഇവർ പരസ്പരം ആക്രമിക്കാനും ആ സമയത്ത് അല്ലെങ്കിൽ അകാരണമായിട്ട് പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾക്ക് വിറ്റ്നസ് ആകാനോ കാരണമാകാനോ ഇടയാകുമ്പോൾ അത് എത്ര കടുത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിനെ കടത്തിവിടുക. ഇതൊന്നുമല്ലെങ്കിൽ മാനസിക രോഗാവസ്ഥയോ ഡ്രഗ്സോ ഡ്രിങ്ക്സോ ഒക്കെ ഉയർത്തിയ രീതിയിൽ ആ വ്യക്തിയുടെ ചിന്തകളിലോ ചിന്താമണ്ഡലങ്ങളിലോ ഉയർത്തിയ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ മറ്റു ബന്ധുജനങ്ങൾ ഉയർത്തിയ മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന തലങ്ങളോ ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും അപലപനീയമാണ്. ഇത്തരം വാർത്തകളൊന്നും വരാതിരുന്നെങ്കിൽ എത്രയോ നാളുകളായി ആഗ്രഹിക്കുന്നു. ഡോക്ടർ വിപിൻ റോളണ്ട്, എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ മോശമായ ഒരു സാഹചര്യം, ഒരു സംസ്കാരം ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ഏറെ ഞെട്ടിപ്പിച്ച കാര്യം ഈ സമീപ നാളുകളിൽ സ്ത്രീപീഡന കേസുകൾ, ഗാർഹിക പീഡന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതിയിൽ വിവാഹമോചന കേസുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അത് പല കുടുംബ കോടതികളിൽ ചെന്നു കഴിഞ്ഞാലും കണക്കുകൾ പരിശോധിച്ചാലും വ്യക്തമായ കാര്യം അതാണ്. ഇവിടെ ഈ സ്ത്രീധനം മാത്രമാണോ ഒരു പ്രധാനപ്പെട്ട വില്ലൻ? മറ്റ് താങ്കളുടെ അടുത്ത് ഇതുപോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ദമ്പതികൾ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ വിവാഹമോചനത്തിന് അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിനൊക്കെ കാരണമാകുന്നത്? സ്ത്രീധനം മാത്രമാണോ അതോ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണുള്ളത്? അല്ല, ഇതിനകത്ത് തീർച്ചയായിട്ടും സ്ത്രീധനം മാത്രമല്ല അതിലെ പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചത് തന്നെ ഒട്ടനവധി ദമ്പതികൾ, കുടുംബങ്ങൾ അവരുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പലപ്പോഴും കാണുന്നത് ആളുകളെ മേബി ഒരു ഫാമിലി കൗൺസിലിംഗ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് അലൈൻമെന്റ്, മെന്ററിംഗ് എന്ന പേരിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സർവീസുകളുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക, പുരുഷനെ അക്സെപ്റ്റ് ചെയ്യാൻ സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു തലങ്ങളിലേക്ക് അവരുടെ കുടുംബജീവിതം സന്തോഷകരമായിട്ട് പോകാൻ വേണ്ട കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിലും വില്ലനായിട്ട് വരുന്ന, ചോദിച്ച പോലെ തന്നെ വില്ലനായിട്ട് വരുന്ന ഘടകങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക അസ്വസ്ഥതകൾ ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അത് സംശയരോഗത്തിന്റെ തലത്തിലാകാം, മറ്റെന്തെങ്കിലും ഒരു സൈക്കാട്രിക് ഇൽനെസിന്റെ പാർട്ടിലുള്ള രീതിയിലൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പലപ്പോഴും പ്രോപ്പറായ രീതിയിൽ വിവാഹത്തിന് മുൻപ് തന്നെ അതിനുവേണ്ട കൗൺസിലിങ്ങുകളോ മറ്റു കാര്യങ്ങളോ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അത് സെറ്റാക്കി വിവാഹ ജീവിതത്തിലേക്ക് വരേണ്ട തലങ്ങളിലാണ് നമുക്ക് പലപ്പോഴും. എങ്കിലും പല ആളുകൾ ഇത് ഹൈഡ് ചെയ്യുകയും പലപ്പോഴും അത് പ്രോപ്പറായ രീതിയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അമിതമായിട്ടുള്ള ദേഷ്യമോ അമിതമായിട്ടുള്ള മറ്റ് ആരോപണങ്ങളോ ഒക്കെ വരികയോ സംശയരോഗത്തിന്റെ തലങ്ങളിലേക്കൊക്കെ പോവുകയോ ചെയ്തിട്ട് ഇതൊരു വില്ലനായിട്ട് മാറാറുണ്ട്. മറ്റു ചില കാലങ്ങളിൽ വിവാഹത്തിന് മുമ്പുള്ള ചില ബന്ധങ്ങൾ പ്രശ്നമായിട്ട് വരാറുണ്ട്. പുരുഷന് ബന്ധങ്ങൾ ഉണ്ടാവും, സ്ത്രീക്ക് ബന്ധങ്ങൾ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളോ മറ്റേ ഇൻസ്റ്റാഗ്രാമുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാറ്റുകളോ അപ്പൊ പലപ്പോഴും ഒരുപാട് മണിച്ചിത്രത്താഴിട്ട് പൂട്ടി കിടക്കുന്ന പല ആപ്പുകളാണ് പലരുടെ കുടുംബജീവിതത്തിന് ആപ്പായി മാറുന്നത്. അപ്പോൾ പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പല എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് കയറി വരുന്ന സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ബന്ധങ്ങൾ പവിത്രത സൂക്ഷിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ആളുകളുടെ പോളിസി മാറി, വിവാഹം ഞാൻ ഒരു സൈഡിൽ കൂടെ കഴിക്കാം, ചില ബന്ധങ്ങൾ എനിക്ക് അങ്ങനെ തന്നെ തുടരണമെന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ചില കുടുംബങ്ങളിലുള്ളത് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മദ്യം ഉയർത്തുന്ന പ്രശ്നങ്ങൾ മറ്റൊന്നാണ്, മയക്കുമരുന്ന് ഉയർത്തുന്ന പ്രശ്നങ്ങൾ മറ്റൊന്നാണ്. ലഹരിക്ക് അടുപ്പിട്ട് കഴിയുമ്പോൾ ഭാര്യയാണെന്നോ ഭർത്താവാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് ഇവിടെ ഇടപെടേണ്ടത്, താൻ എന്ത് അവസ്ഥയിലാണ് വന്നത്, ഏത് ജീവിതമാണ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കാൻ പറ്റാതെ രീതിയിൽ ലഹരിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കൂട്ടുകാരുടെ അമിതമായ ഇൻഫ്ലുവൻസ് മൂലം വരുന്ന പ്രശ്നങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് വരുമ്പോൾ പലപ്പോഴും താൻ്റെ കുടുംബജീവിതം ഇടയ്ക്ക് വരുമ്പോൾ ഈ സ്ത്രീധനം എന്നുള്ള വാക്കിനപ്പുറത്തേക്ക് സ്ത്രീയെ ബഹുമാനിക്കാൻ പറ്റാത്ത, പുരുഷനെ ബഹുമാനിക്കാൻ പറ്റാത്ത ചില കേസുകളുണ്ട്. ചിലർക്കെങ്കിലും അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു സ്ത്രീയോടായിരിക്കാൻ താല്പര്യം, പുരുഷനോടായിരിക്കാൻ താല്പര്യം, ശിവരി ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് പലപ്പോഴും അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് വരികയും അവർക്ക് കുടുംബജീവിതം സാധ്യമല്ലാത്ത ആളുകളായിരിക്കാം. പക്ഷെ തീർച്ചയായും അതുപോലെ പല കാരണങ്ങളും വിവാഹമോചനത്തിനും ഗാർഹിക പീഡനത്തിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഡോക്ടർ വിപിൻ റോളണ്ട് തുടരുക. ശ്രീ ജോർജ് ജോസഫ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് കൂടി സ്പോട്ട് ലൈവിൽ തത്സമയമുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, നമുക്കറിയാം ഇതുപോലുള്ള സംഭവം, ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്, ആ കേസിൽ പിന്നീട് ഉണ്ടായ
നാടകീയമായ മൊഴിമാറ്റമൊക്കെ നമ്മളേറെ ഞെട്ടലോടെയാണ് കേട്ടത്. അതായത് ഈ പീഡന പരാതി പോലും ഇല്ല എന്ന് പിന്നീട് യുവതിയുടെ മൊഴി വരുന്നു. ആ കേസ് പരിശോധിച്ചാലും അറിയാം ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ രാജ്യം വിടാനുള്ള സാഹചര്യം ഒരുക്കിയത് പോലീസാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ആ കേസിൽ പിന്നീട് പല അട്ടിമറികളും സംഭവിച്ചത്. ഈ കേസിലേക്ക് ഈ മലപ്പുറം വേങ്ങരയിലെ ഗാർഹിക പീഡന കേസ് പരിശോധിച്ചാലും സമാനമായ രീതിയിൽ വിവാഹം കഴിഞ്ഞ് 6-ാം ദിവസമാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഭർത്താവിൻ്റെ ക്രൂരമായ ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയും കുടുംബാംഗങ്ങളും രാജ്യം വിട്ടു. പോലീസ് പറയുന്ന അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല, അവർ രാജ്യം വിട്ടു എന്ന വാദമാണ് പോലീസ് നിരത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ളൊരു അട്ടിമറി ഇവിടെയും പ്രതീക്ഷിക്കാമോ? അതല്ലെങ്കിൽ കാരണം ഈ പന്തീരാങ്കാവിൽ അവർ നാട് വിട്ടതുകൊണ്ടാണ്, ഈ പ്രതി നാട് വിട്ടതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞത്. ഇവിടെ പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും പല കേസുകളും നമ്മളിപ്പം കാണുന്നുണ്ട്. പന്തീരാങ്കാവ് പോലെ തന്നെ ഒരു കേസ് തന്നെ ആണ് ഇവിടെ ഇപ്പം സംഭവിച്ചത്, വേങ്ങരയിലും ഉണ്ടായിരിക്കുന്നത്. ആ കുട്ടിയെ 6-ാം ദിവസം വരെ വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്തു. അതിനെ അവസാനം പോലീസ് കേസ് റിപ്പോർട്ട് ചെയ്തപ്പം അയാളും കുടുംബവും അവിടുന്ന് മുങ്ങിയതായിട്ട് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ സന്ദർഭങ്ങളിൽ പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി എടുക്കണം. കാരണം നേരത്തെ പന്തീരാങ്കാവിൽ നമുക്ക് അവർക്ക് സമയം കിട്ടി, അവരെ പെൺകുട്ടിയെ വേറെ ഏതൊക്കെ സ്വാധീനിച്ച് മൊഴി മാറ്റി, ആ പെൺകുട്ടി തന്നെ മൊഴി മാറ്റി പറയുകയും പെൺകുട്ടിയെ ഡൽഹിയിലാണെന്ന് എനിക്ക് തോന്നുന്നു എവിടെ കൊണ്ട് താമസിപ്പിച്ച് അവിടുന്ന് പിന്നെ പോലീസ് കണ്ടു. ശ്രീ ജോർജ് ജോസഫിൻ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുണ്ട്, അദ്ദേഹത്തിലേക്ക് എത്താം. ഡോക്ടർ ബിബിൻ റോളന്റ്, ഈ കേസ് എടുത്തു നോക്കിയാൽ പോലീസിൻ്റെ ഭാഗത്ത് പല വീഴ്ചകളുമുണ്ട്. ഒരുപക്ഷെ പോലീസ് ഇത്തരം ഗാർഹിക പീഡന പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്നില്ല. പല പെൺകുട്ടികളും പരാതിയുമായി മുന്നോട്ട് പോകാത്തത് പോലീസിൻ്റെ അടുത്ത് പരാതിയുമായി മുന്നോട്ട് പോയാൽ പോലും, നിയമ നടപടിയുമായി മുന്നോട്ട് പോയാലും പൊതുസമൂഹത്തിന് മുന്നിൽ എന്തോ മോശക്കാരിയായി ചിത്രീകരിക്കപ്പെടും. കാരണം ഈ പന്തീരാങ്കാവിലെ കേസെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, അന്ന് പരസ്പരം രണ്ടുപേരും, ഈ യുവതിയുടെ വീട്ടുകാരും യുവാവിൻ്റെ വീട്ടുകാരും പരസ്പരം പഴിചാരുന്ന സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നീട് വലിയ അട്ടിമറികൾ ആ കേസിൽ സംഭവിച്ചു. ഇതുപോലെ ഓരോ ഗാർഹിക പീഡന കേസെടുത്ത് നോക്കിയാലും പോലീസ് സ്റ്റേഷനിൽ ഇരകൾക്ക് മോശമായ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. അതുകൊണ്ടായിരിക്കുമോ പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് പോകാത്തത്? പരാതിയുമായി മുന്നോട്ട് പോയാലും തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന ഒരാശങ്ക നമ്മുടെ നാട്ടിലെ യുവതികൾക്കുണ്ടോ? എനിക്ക് അദ്ദേഹത്തിന്റെ ജോസ് സാറിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിപ്പോയത് ഞാൻ ശ്രദ്ധിച്ചു. പോലീസ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൈക്കോളജിക്കൽ സർവീസിൽ കുറേയധികം ഇടപെടാൻ പറ്റിയതിന്റെ, കേരളത്തിലെ ജയിലുകളിൽ സേവനം ചെയ്യാൻ പറ്റിയതിന്റെ ഒരു ചിന്ത വെച്ചിട്ട് ഇത്തരം ഒരു കേസിൽ കമന്റ് എനിക്ക് പറയാൻ തോന്നുന്നുണ്ടോ. അതായത് ഇവിടെ നമുക്കൊരു ഒത്തുകളി എന്നതിനപ്പുറത്ത് പല കേസുകളിലും ചിലപ്പോൾ നല്ല മീഡിയേറ്റേഴ്സ് വന്നിട്ട് ഇത്തരത്തിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടാകാം പന്തീരാങ്കാവ് കേസ് പോലുള്ള ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവുക. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഫർദർ ലെവലിലേക്ക് പോയപ്പോൾ അവർ ചില ആശങ്കകൾ പങ്കുവെക്കുകയോ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ചില വ്യക്തികളെങ്കിലും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞത് എങ്ങും എത്തില്ല അല്ല തുടങ്ങിയ രീതിയിലുള്ള പല കാര്യങ്ങൾ പൊതുജനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഇരയായിട്ട് വരുന്ന ഒരാൾക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റം നമുക്ക് നൽകാൻ പര്യാപ്തമായ രീതിയിലേക്ക് പല സംവിധാനങ്ങളും നമുക്കില്ല. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത കാലത്ത് തന്നെ ഗവൺമെന്റ് സംബന്ധിച്ചുള്ള കാര്യമാണ്, പോലീസ് സേനയിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. വേണ്ടത്ര പോലീസുകാർ ഇല്ല, വേണ്ടത്ര പോലീസ് സേന വിന്യസിപ്പിച്ചിട്ടില്ല. ഒരാൾ തന്നെ പലപ്പോഴും VIP ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ ട്രാഫിക് ഡ്യൂട്ടിക്കോ പലപ്പോഴും പോലീസുകാർ പോകേണ്ടി വരുമ്പോൾ പ്രോപ്പറായ ഇൻവെസ്റ്റിഗേഷന് പറ്റാത്തൊരവസ്ഥയാണ്. ഒരു സ്റ്റേഷൻ SIയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അവിടെ തന്നെയുള്ള മിനിമം പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും പലതും ചെയ്യേണ്ടി വരിക. കൃത്യമായ റിക്രൂട്ട്മെന്റ് നടത്തുകയും കൃത്യമായ ആളുകളെ വിന്യസിപ്പിക്കുകയും ചെയ്താൽ മാത്രമാണ് വർദ്ധിച്ചു വരുന്ന കേസുകളിൽ ക്രിയാത്മകമായിട്ട് പോലീസിന് ഇടപെടാൻ പറ്റൂ എന്നത് ഒരു സത്യമാണ്. അതേസമയം തന്നെ വർക്ക് ലോഡ് കൂടിയ പോലീസ് ഓഫീസേഴ്സിൽ ആത്മഹത്യകൾ അടക്കമുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ വരുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ
ഇത് അന്വേഷിക്കേണ്ട, നടപടികൾ എടുക്കേണ്ട, സേനയെ വർദ്ധിത വീര്യമാക്കേണ്ട തലങ്ങൾക്ക് നമുക്ക് സർക്കാർ തലത്തിൽ ചില ഇടപെടലുകൾ വരുന്നാൽ മാത്രമാണ് ഇത് നടക്കുള്ളൂ. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ഫാമിലി ബേസ്ഡ്. തീർച്ചയായും ഡോക്ടർ ബിപിൻ റോളിന്റെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ജോർജ് ജോസഫ്, ഇങ്ങനെ ഇപ്പോൾ പല പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ലഹരി കേസുകൾ, മറ്റ് സൈബർ ക്രൈം, അങ്ങനെയുള്ള പല കേസുകൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീ പീഡന വിഷയങ്ങൾ, ഗാർഹിക പീഡന കേസുകൾ, ഇതിൽ പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതല്ലേ, ശ്രദ്ധ പുലർത്തേണ്ടതല്ലേ? ഒരു യാതൊരു വിധത്തിൽ കേസുകളുടെ അന്വേഷണം കൂടുതൽ നീണ്ടുപോകാതെ ഉടനടി നടപടി സ്വീകരിക്കേണ്ടതല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ പോലും പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുന്നത്? ശ്രീ ജോർജ് ജോസഫ്. അതെ, പോലീസ് ഇത് ലാഭബുദ്ധിയോടെ കാണുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം പല കേസും പോലീസ് കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തി വരുമ്പോൾ ഒത്തുതീർപ്പിലേക്ക് പോകും. അത് ഒരു കാര്യം. രണ്ടാമത് പോലീസിന്റെ ശ്രദ്ധയ്ക്ക് കുറവുണ്ട്. എങ്കിൽ തന്നെയും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി ആരെങ്കിലും വന്നൊരു പീഡനം നടത്തിയതായിട്ട് ഒരു പരാതി പറഞ്ഞാൽ അതിന്റെ മൊഴിയെടുത്ത് താമസിപ്പിക്കേണ്ട ആവശ്യം അന്നേരം ഇല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് വാഹനമായിട്ട് ആ സ്പോട്ടിലേക്ക് പോവുക, എവിടെയാണ് പിടിച്ച് അന്നേരം വിളിച്ചോണ്ട് വരിക. രണ്ടു കൂട്ടരും കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട്. അതിനൊന്നും പോലീസിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഇവരുടെ കേസെടുത്തും അത് അന്വേഷിച്ചും അതിനെ പ്രതിഷേധിച്ചും ദീർഘമായിട്ട് 3-4 മണിക്കൂർ എടുത്ത് കഴിയുമ്പോൾ അയാളുടെ പാട്ട് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ പീഡന കേസുകളിലെങ്കിലും പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട്, കാരണം ആ എതിർകക്ഷിയെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതിൽ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും വരട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാവും. കേസെടുക്കണമെങ്കിൽ കേസെടുക്കാം, അത് സെറ്റിൽമെന്റ് ആണെങ്കിൽ അങ്ങനെ എന്തുമായിക്കോട്ടെ. പക്ഷേ പോലീസ് അല്പം ഡിലേ വരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ കാര്യങ്ങൾ കഴിയുമ്പോൾ ആള് വിദേശത്തേക്ക് കടക്കുക. അതിനുള്ള സഹായം എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ലഭിക്കുന്നു, അവർ കടന്നു പോവുകയും ചെയ്യും. പീഡനം കിട്ടിയ കുട്ടി മാത്രം ഇവിടെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സന്ദർഭം നമുക്ക് പല കുട്ടികൾക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. മൈനറായ കുട്ടികൾക്കുണ്ട്, വലിയവർക്കുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതുപോലെയുള്ള പീഡനങ്ങൾക്ക് വിധേയമാവുന്ന ആൾക്കാരുടെ മനോനില അത്ര ആ പുരുഷന്റെ മനോനില അത്ര ശരിയല്ല. അതാണ് ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം വരുമ്പം ഇതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ വരും. ഇപ്പൊ തന്നെ നിയമം അതിന്റെ ക്വിക്കായിട്ട് ഇങ്ങനെയുള്ള സന്ദർഭം ഈ സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നതിന് വളരെ ക്വിക്കായിട്ട് പോലീസ് നടപടിയെടുത്തെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പം തന്നെ സുപ്രീം കോടതിയിലെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഇന്നലെ ഒരു വിധി വന്നത്, നമുക്ക് ഈ പീഡന കേസും അല്ലെങ്കിൽ ഗാർഹിക പീഡന കേസിനൊക്കെ അല്ലെങ്കിൽ ഫാമിലി കോടതിയിലെ ഡൈവോഴ്സ് കേസൊക്കെ കൊടുത്താലും ശരി, അതിന് സമയമെടുക്കോ അവർക്ക് നിയമനാവശ്യം കിട്ടാൻ. ഇപ്പൊ ഇന്നലത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി അത് 125 CRPC അനുസരിച്ച് അന്നേരം തന്നെ പരാതി കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജീവനാശം കിട്ടാനുള്ള നടപടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ചെയ്യും. ആ 2 നിയമങ്ങളും കൂടെ സജീവമാണെങ്കിലും ആദ്യത്തെ നിയമം അനുസരിച്ച് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അന്നേരം തന്നെ പട്ടിണി കിടക്കുന്ന ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പണം കൊടുക്കാൻ 2-3 ദിവസത്തിനകം ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ചേഞ്ചസ് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. കാരണം അത് തന്നെയല്ല, വേറെ ആ ഓർഡറിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയുന്നുണ്ട്. പല സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെ സ്ത്രീകളും വീടുകളിൽ ജോലിയില്ലാതെ ഭർത്താവിന്റെ വരുമാനം മാത്രം പ്രതീക്ഷിച്ച് വീട്ടിൽ തന്നെ ജീവിക്കുക. ഒരു 50 രൂപ 100 രൂപ ഭർത്താവ് കൊടുക്കില്ല, വരുമാനം കുറവുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് അവർക്കൊരു പ്രത്യേക ATM കാർഡ് വേണം, അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. തൊഴിലുറപ്പിന്റെ പൈസയൊക്കെ പലർക്കും കിട്ടുന്നുണ്ട്. എന്നാലും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വളരെയധികം സ്ത്രീകളുണ്ട് ഇന്ത്യയിൽ ഇന്നും. അപ്പൊ അവർക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം, ഒരു നിശ്ചിത എമൗണ്ട് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് ചെറിയൊരു എമൗണ്ട് എങ്കിലും കൊടുക്കണം. അതിന് ഭർത്താക്കന്മാരും കുടുംബനാഥന്മാരും തയ്യാറാകണം. ഇവിടെ ഇതുപോലെ ഒരു വ്യക്തമാണ്. വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ് താങ്കൾ പങ്കുവച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടായെന്ന അതിക്രമങ്ങളിൽ പോലീസ് ശക്തമായ നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ ബിപിൻ റോളൻഡ്, രണ്ടുപേർക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. എന്തായാലും രണ്ടുപേരും പങ്കുവച്ചത് സമാനമായിട്ടുള്ള ആശയങ്ങളാണ്. അതായത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടില്ല. യുവാക്കളുടെ കാഴ്ചപ്പാടുകൾ, വിവാഹം എന്ന കാഴ്ചപ്പാടുകളിൽ മാറ്റം വരണം. ഇതുപോലുള്ള ഗാർഹിക പീഡന കേസുകൾ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ പോലീസ് ശക്തമായ നടപടിയും സ്വീകരിക്കണം.